മെഹബൂബിൽ ബാക്കിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജ നിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ മെഹബൂബിൽ ബാക്കിയ മുഹിയുദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മൺമറഞ്ഞോലിയേ മഹാരാജ നിധിയേ മറയാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ ഷാഹിദേ അബ്ദുൽ ഖാദിറോലിയേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം TMA ഗുരുക്കൾ. ഒരു യൂട്യൂബ് ചാനൽ എന്നത് എല്ലാവരുടെയും സ്വപ്നം പോലെ എൻ്റെയും ഒരു സ്വപ്നമായിരുന്നു. 2021 ഒക്ടോബറിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും കുറച്ച് സമയമൊക്കെ അതിനുവേണ്ടി ചിലവഴിക്കുകയും എന്നാൽ കൂടുതൽ അതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ ബിസിയായി. പിന്നീട് 2024 ജനുവരിയിൽ വീണ്ടും നമ്മൾ ആ യൂട്യൂബ് ചാനലിൽ തന്നെ മാപ്പിളപ്പാട്ട്, സിനിമാ പാട്ട് തുടങ്ങി എല്ലാ ചേരുവകളും ചേർത്തുള്ള സോങ്ങുകളൊക്കെ പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഒരു 19 വീഡിയോ കറക്റ്റായിട്ട് എല്ലാ ശനിയാഴ്ചയും 4 മണിക്ക് റിലീസ് ചെയ്യുന്ന രീതിയിൽ പ്രോഗ്രാം മുന്നോട്ട് പോയി. അതിൻ്റെ ഭാഗമായി വാച്ച് ടൈം കൂടി, സബ്സ്ക്രൈബേഴ്സ് കൂടി. ഇപ്പം സന്തോഷമുണ്ട്. അതുപോലെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നു യൂട്യൂബിൽ നിന്നും. നമ്മുടെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിലെല്ലാവരെയും സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്ത് എൻ്റെ പാട്ടുകളായാലും എൻ്റെ പ്രിയ സ്നേഹിതൻ അൻഫാസ്, അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടോടും കൂടിയാണ് ഇത്തരം ഒരു സന്ദർഭത്തിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നുണ്ട് ഈ സമയത്ത്. അതുപോലെ നമ്മോട് സഹകരിച്ച, നമുക്ക് സപ്പോർട്ട് ചെയ്ത, കമൻറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ സ്റ്റുഡിയോ നിങ്ങൾ മറക്കണ്ട, ASA വോക്കൽ സ്റ്റുഡിയോ കൂടത്തായി, അതാണ്. അതുപോലെ പുതിയതായിട്ട് പാടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ASA സ്റ്റുഡിയോയുടെ നമ്പർ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ, കലാപരമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ASA സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഖുത്ബ കഴിഞ്ഞ് റസൂലും ഇറങ്ങി, ഖൽബ് പിടഞ്ഞ് സ്വഹാബും വയങ്ങി, നഹ്ല പുണർന്നു മാറിലൊതുങ്ങി. ഖുത്ബ കഴിഞ്ഞ് റസൂലും ഇറങ്ങി, ഖൽബ് പിടഞ്ഞ് സഹാബും വഴങ്ങി, നഹ്ല പുണർന്നു മാറിലൊതുങ്ങി. ഷറഫുറ്റോർ മരത്തിൻ്റെ തടിമാറിൽ അമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ. ഷറഫുറ്റോർ മരത്തിൻ്റെ തടിമാറിൽ അമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്തു നിന്നേ, ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നേ. അതു കേട്ട സഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അതുപോലെ നമ്മൾ ചെറിയ ഇടവേളയിൽ ആൽബങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. ഞങ്ങൾക്ക് 1-2 ആൽബങ്ങൾ ചെയ്യാനുള്ള അവസരം ഒത്തുവന്നു. ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് ഒരു ആൽബത്തിൻ്റെ പണി പൂർത്തിയാക്കി അതിൻ്റെ റിലീസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഷാഫി കൊല്ലം ആലപിച്ച സോങ്, ആ സോങ്ങിന് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നായകനായിട്ടുള്ളത് എൻ്റെ പ്രിയ സുഹൃത്ത് അൻഫാസ് കന്നൂട്ടിപ്പാറയാണ്. അതുപോലെ
ഞാനും അതിൽ ചെറിയൊരു റോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ആ ആൽബം കാണണം. അതുപോലെ ഈ ആൽബത്തിൻ്റെ ലിറിക്സ് ആൻഡ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് യൂസഫ് മുട്ടിക്കാട് എന്ന ആളാണ്. ഈ ആൽബത്തിൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത് അബിൻ കന്നോട്ടിപ്പാറ എന്ന പ്രിയ ഞങ്ങളുടെ സ്നേഹിതനാണ്. ഈ ആൽബത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത് പ്രിയ സ്നേഹിതൻ ഉല്ലാസ് വാവാടാണ്. ഈ ആൽബത്തിൻ്റെ വീഡിയോ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ന്യൂവൺ എൻ്റർടൈൻമെൻറ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ നിർബന്ധമായും എല്ലാവരും ഈ വീഡിയോ കാണുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനലായ TMA ഗുരുക്കൾ എന്ന ഈ ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം TMA ഗുരുക്കൾ. ഓക്കെ, താങ്ക് യു.